മുഖ്യമന്ത്രി വി.ഡി. സതീശനിൽ നിന്ന് മുസ്ലിം ലീഗ് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയാലും പി.കെ. കുഞ്ഞാലിക്കുട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല UDF സർക്കാർ എന്നാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും അതിനു മുമ്പും A.K. ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തുമൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തൊട്ടടുത്താണ് മന്ത്രിസഭയിലെ രണ്ടാമനായ കുഞ്ഞാലിക്കുട്ടിയുടെ ഓഫീസ്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. A.K. ആന്റണി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ, ഉമ്മൻചാണ്ടിയും എന്തെങ്കിലും സുപ്രധാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് കുഞ്ഞാലിക്കുട്ടിയുമായി ആശയവിനിമയം നടത്തുമായിരുന്നു. അത് പതിവ് രീതിയായിരുന്നു. എന്നാൽ ഇത്തവണ അതെല്ലാം മാറ്റിവെച്ചു. ഒരാലോചന പോലും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, വ്യവസായ വകുപ്പിൽ പോലും സ്വന്തം നിലയിൽ നിയമനം നടത്തിക്കഴിഞ്ഞു വി.ഡി. സതീശൻ. ഞെട്ടിപ്പോയി കുഞ്ഞാലിക്കുട്ടി. ഇതുവരെ ഉണ്ടാകാത്ത അനുഭവമാണ്. രാഷ്ട്രീയ ശത്രുക്കൾ പോലും ഇങ്ങനെ ചെയ്യില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി അടുപ്പമുള്ളവരോട് പറയുന്നത്. മുസ്ലിം ലീഗും വലിയ തോതിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചു. കുഞ്ഞാലിക്കുട്ടിയെ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് നിയമനം നടത്തുന്നു. അത് മറ്റു വകുപ്പുകളിലാണെങ്കിൽ പോകട്ടെ എന്ന് വിചാരിക്കാം. ഇപ്പോൾ കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പിൽ ഒരു നിയമനം നടത്തുന്നു. മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മന്ത്രിയോട് ചോദിക്കാതെ പോകട്ടെ എന്ന് വെക്കാം. അത് മറ്റൊരു പ്രശ്നമാണ്, കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ ഘടകകക്ഷിയുടെ വകുപ്പിൽ എങ്ങനെ ഘടകകക്ഷി മന്ത്രിമാരുമായി ആലോചിക്കാതെ നിയമനം നടത്തുന്നു? ഈ ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. വ്യവസായ വകുപ്പിൽ ഒരു നിയമനമല്ല നടത്തിയിരിക്കുന്നത്, 3 നിയമനമാണ് നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യവസായ വകുപ്പ് ഡയറക്ടറായി നിയമിച്ചിരിക്കുന്നത് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെയാണ്. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറായി നിയമിക്കുന്ന ഘട്ടത്തിൽ ഒരു വാക്കുപോലും ചോദിച്ചില്ല കുഞ്ഞാലിക്കുട്ടിയോട് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി പരസ്യമായി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചു. അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ അത് അവിടെ ചർച്ച ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ചാൽ അതൃപ്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ അത് പ്രകടവുമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ പറ്റും കുഞ്ഞാലിക്കുട്ടിയുടെ. അത് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന്. മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യമൊക്കെ ഉന്നയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉന്നയിച്ചിട്ട് എന്ത് കാര്യം? ഇറങ്ങിയ ഉത്തരവ് പെട്ടെന്ന് തിരുത്താൻ കഴിയുമോ? അത് മുഖ്യമന്ത്രിക്ക് വലിയ തിരിച്ചടിയാകില്ലേ? മുഖ്യമന്ത്രിയുടെ ഇമേജിനെ തന്നെ ബാധിക്കില്ലേ? പൊതുഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയല്ലേ? ഉദ്യോഗസ്ഥന്മാരെ എവിടെ നിയമിക്കണം, IS ഉദ്യോഗസ്ഥന്മാരെ എവിടെ നിയമിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പൊതുഭരണ വകുപ്പാണ്. അത് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. മറ്റ് ഘടകകക്ഷി മന്ത്രിമാരുമായി കൂടിയാലോചിക്കണം എന്നത് ഒരു കീഴ്വഴക്കമാണ്. അത് പാലിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. എല്ലാ കീഴ്വഴക്കങ്ങളും മാറേണ്ടതല്ലേ എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് വി.ഡി. സതീശൻ. ഇപ്പോഴിതാ സ്വന്തം മുന്നണിക്കകത്ത് തന്നെ കീഴ്വഴക്കം തെറ്റിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് വെച്ചാൽ, ഇപ്പോഴിതാ സ്വന്തം മുന്നണിയിലെ കീഴ്വഴക്കം തന്നെ ലംഘിച്ച് മുന്നോട്ട് പോകുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇനിയിപ്പോൾ ഒരു നിയമനമാണോ നടത്തിയത്? എങ്കിൽ സഹിക്കാമായിരുന്നു. 1 അല്ല 3 നിയമനം. KSIDCയുടെ മാനേജിംഗ് ഡയറക്ടർ ചുമതലയും K. വിജയന് നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. KSIDC എന്ന് വെച്ചാൽ വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞാലിക്കുട്ടി KSIDCയിലെത്തുകയും ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും എന്തൊക്കെ ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തത്. അതെല്ലാം കാറ്റിൽ പറത്തി. എന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിൽ ഒരാശയമുണ്ട്, KSIDCയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അതിനനുസൃതമായ ഉദ്യോഗസ്ഥ പുനർവിന്യാസം വേണം KSIDCയിൽ. അത് സ്വാഭാവികമാണ്, ഏത് സർക്കാർ വന്നാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതാ അതൊന്നും പരിഗണിച്ചില്ല. കുഞ്ഞാലിക്കുട്ടിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പൊതുഭരണ വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന്. അതുമാത്രമാണോ? അവിടെയും നിന്നില്ല. വ്യവസായ വകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായ ആനി ജൂല തോമസ് ആണ് പുതിയ കൊല്ലം ജില്ലാ കളക്ടർ. സ്ഥലമാറ്റമാണ്. ഇനിയിപ്പോൾ ആലപ്പുഴ സബ് കളക്ടർ സമീർ കൃഷ്ണനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആനി ജൂല തോമസിനെ മാറ്റി പകരം സമീർ കൃഷ്ണനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആരോടും ചോദിച്ചില്ല, കുഞ്ഞാലിക്കുട്ടിയോട് പോലും ചോദിച്ചില്ല. കുഞ്ഞാലിക്കുട്ടിയെ ഇങ്ങനെ ചതിക്കരുതായിരുന്നു വി.ഡി. സതീശൻ. മുസ്ലിം ലീഗിനെ ഇങ്ങനെ ചതിക്കരുതായിരുന്നു വി.ഡി. സതീശൻ. കുഞ്ഞാലിക്കുട്ടിയെ ഇങ്ങനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നു വി.ഡി. സതീശൻ. എന്തുകൊണ്ട്? UDF സർക്കാരിനെ അധികാരത്തിലേറ്റാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എന്തിനേറെ പറയുന്നു, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് എടുത്ത നിലപാടുണ്ട്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം, അതിൽ മാറ്റം വരുത്തരുത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ സർക്കാരിൽ ചേരാൻ മുസ്ലിം ലീഗ് തയ്യാറാകില്ല എന്നുപോലും
ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു മുസ്ലിം ലീഗ്. അതേ തുടർന്നാണ് വി.ഡി. സതീശൻ വീണ്ടും മുഖ്യമന്ത്രിയായി വന്നത്. അങ്ങനെയുള്ള വി.ഡി. സതീശൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതായിരുന്നു മുസ്ലിം ലീഗിനോട്. മുസ്ലിം ലീഗുകാർ വളരെ കഷ്ടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുകയാണ്. കണ്ണീര് പോലും പുറത്ത് കാണിക്കാൻ കഴിയില്ല, ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല. നേരത്തെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ മത്സരിക്കാൻ വന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ അഭിമാനമായ പച്ചപ്പതാക മടക്കി പോക്കറ്റിട്ട് നടക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോഴും സഹിച്ചിരുന്നു. എന്തുകൊണ്ട്? ഈ സർക്കാരിനെ, LDF സർക്കാരിനെ താഴ്ത്തിറക്കാനാണല്ലോ ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്നത്. അതിനെല്ലാം തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ മുസ്ലിം ലീഗ് അവസാന നിമിഷം വരെ കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായി ഏകീകരിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിച്ച്, എന്തിനേറെ പറയും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ എന്ന മുൻ RSSകാരനെ കൊണ്ട് നടന്ന് വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അങ്ങനെയുള്ള മുസ്ലിം ലീഗിനോട് ഇങ്ങനെയൊരു ചതി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗൊന്നും ഒരു വിലയില്ല. മുസ്ലിം ലീഗ് വേണമെങ്കിൽ പോയിക്കോട്ടെ, കാരണം മുസ്ലിം ലീഗില്ലെങ്കിലും ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് UDFന് എന്ന ചിന്തയാണോ വി.ഡി. സതീശനെ നയിക്കുന്നത് എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ സംശയിക്കുന്നത്.